ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മുട്ടക്കുറുമയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചിക്കൻ കറിയോ അല്ല ബീഫ് കറിയോ ഒന്നും ആവശ്യം വരുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. പിന്നെ സവാള വഴറ്റി സമയം കളിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് വേണ്ടത് 2 ഏലക്ക, പിന്നെ 2 കറാമ്പ്. ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുമ്പം 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പം കട്ട് ചെയ്ത് വെച്ച് 4 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടി തന്നെ 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷേ കുക്കർ സ്റ്റീലായതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 4 വിസിലാകുമ്പം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. സവാള നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാധാ കറിയിലൊക്കെ വഴറ്റുന്ന പോലെ ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനും ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് അരനാരങ്ങയുടെ നീരാണ്. അതും കൂടി ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് കുറുകി വരുമ്പം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് തിളപ്പിക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരുമ്പം 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കട്ടയൊന്നും കൂടാണ്ട് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് കുറവായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. ഇതൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. കറി കാച്ചാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രൗൺ കളറാകുന്നവരെ സോട്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെറിയ ഉള്ളി നല്ല പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നമുക്ക് ഈ മുട്ടക്കുറുമയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി കറിയാണ്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായി ഇൻഷാ അല്ലാഹ് ഇനിയും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.